ഒട്ടേറെ മേഖലകളിൽ ഇന്ത്യക്ക് മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. സാമൂഹ്യ ക്ഷേമ സൂചികകളിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല, ഏതെങ്കിലും ഒരു മുന്നണിയുടെ മാത്രം വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. തിരുവിതാംകൂർ രാജാവിൻ്റെ കാലം തൊട്ട് തിരുവിതാംകൂറിൽ വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. ആരോഗ്യരംഗത്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും ഒരുപാട് മുന്നേ പോകാൻ തിരുവിതാംകൂറിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് നാട്ടുരാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച്. കൊച്ചിക്കും അതുപോലെ തന്നെയാണ്. അല്പം പിന്നോക്ക സ്ഥിതിയിൽ നിന്നത് മലബാർ മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു നേട്ടമായി പറയാൻ പറ്റില്ല. ഈ നേട്ടത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും എല്ലാ മുന്നണികൾക്കും, കേരളം ഭരിച്ച എല്ലാ മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അർഹമായ പങ്ക് ഉണ്ട്. അത് തീർച്ചയായിട്ടും നിഷേധിക്കാനും കഴിയില്ല. പക്ഷേ കേരളത്തെ നമ്മളൊന്ന് എടുത്തു നോക്കാമെങ്കിൽ ഏറ്റവും അധികം കബളിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾ കേരളീയരാണ്. ഏറ്റവും അധികം സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ്. ഓൺലൈൻ അറസ്റ്റ് നടക്കുന്നത്, സൈബർ അറസ്റ്റ്, അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവരൊക്കെ സൈബർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരുത്തിന് എവിടെ നിന്നെങ്കിലും പറയുന്നത് കേട്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുക്കുകയാണ്. കോമൺ സെൻസ് ഇല്ല. പത്രങ്ങളിൽ നിരന്തരം വരുന്നുണ്ട് സൈബർ അറസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അത് ചെയ്യരുത്. കേൾക്കുകയില്ല. ആരെങ്കിലും സൈബർ അറസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും. ഒരു പുരോഹിതൻ തന്നെ സൈബർ അറസ്റ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം ബാത്റൂമിൽ വരെ മൊബൈൽ ഫോൺ കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് വന്നു. ഇത്തരം വിട്ടിയായ ഒരു മനുഷ്യനെ ഒരു ക്രൈസ്തവ പുരോഹിതനാകാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വിദ്യാസമ്പന്നരാണ് ഈ സൈബർ ക്രൈമിൻ്റെ ഇരകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് മറ്റൊരു വലിയ അത്ഭുതം. അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ്. 8%, 10%, 12% പലിശ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. 56% പലിശ തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ കൊണ്ട് കാശ് കൊണ്ടു കൊടുക്കും. ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ മലയാളിയെ വീഴ്ത്താൻ ഒരു പ്രയാസവുമില്ല. മന്ത്രവാദത്തിൻ്റെ വിളഭൂമിയും കേരളമാണ്. അപ്പം ലോകത്തിൽ എന്തെല്ലാം തട്ടിപ്പുകളുണ്ടോ ആ തട്ടിപ്പുകാർക്കൊക്കെ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിലെ തട്ടിപ്പ് നടത്തുന്നത് മന്ത്രവാദികളും അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഫിനാൻസ് കമ്പനിയും. അതുമാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളെ തട്ടിപ്പ് നടത്തുകയാണ്, കബളിപ്പിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. മറ്റു തട്ടിപ്പുകളേക്കാൾ ഗൗരവമുള്ളതാണ് മാധ്യമങ്ങളുടെ തട്ടിപ്പ്. അവരെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും സത്യമാണ് എന്ന മട്ടിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ ചിന്താഗതി മാറ്റിവിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരളീയരെ രാഷ്ട്രീയ പ്രഭുത്വത നേടിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെ അവജ്ഞയോടാണ് കാണുന്നത്. അത് മനോരമയായാലും ശരി, മാതൃഭൂമിയായാലും ശരി, ഏത് പത്രത്തിലൂടെയും അവർക്ക് അവജ്ഞയാണ്. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളുടെയും ജനത്തിന് അവജ്ഞയാണ്. അവരൊന്നും പറയുന്നതൊന്നും ജനം വിശ്വസിക്കില്ല. ജനം കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചാണ് ചെയ്യുന്നതെങ്കിലും ജാഗ്രത ജനങ്ങൾക്ക് ആവശ്യമാണ്. 2, എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ കേരളത്തിലെ ജനങ്ങൾ കഴുതകളാണെന്നുള്ളതാണ്. അതാണ് സത്യം. അവർ വളരെ കോൺട്രാഡിക്ടറി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. നമ്മൾ ഈ പത്രമാധ്യമങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ഭ്രാന്ത് വന്ന മനസ്സിൻ്റെ സമതല തെറ്റി ഭ്രാന്ത് വന്ന് സമതല തെറ്റിയ ആളുകൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവൻ സമതല കൈവരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് വരെ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ രാഷ്ട്രീയ താരങ്ങളെ അവർ പ്രൊജക്റ്റ് ചെയ്യും. അവരുടെ വലിയ വിജയം പ്രഖ്യാപിക്കും. അവർക്ക് ഉള്ളതും ഇല്ലാത്തതുമായ ഗുണഗണങ്ങൾ പ്രചരിപ്പിക്കും. പ്രതിയോഗികളില്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തും. ഇല്ലാത്ത ആരോപണങ്ങൾ അവർ ഉന്നയിക്കും. അങ്ങനെ അവസാനം വന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരെഴുതിയ ഈ വാർത്തകൾക്ക്, അവരുടെ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾക്ക് കാശിൻ്റെ വില ജനങ്ങൾ കൊടുത്തില്ല എന്നുള്ള കാര്യം ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് അറിയുന്നത്. ദൃശ്യമാധ്യമങ്ങളുടെ കാര്യവും അതൊക്കെ തന്നെ. ദൃശ്യമാധ്യമങ്ങളിലെ ചില വിഡ്ഢികളായ ലേഖകന്മാർ, കറസ്പോണ്ടന്റുമാർ ഓരോ സംസ്ഥാനത്ത് നടന്ന വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ജനങ്ങൾ എത്ര പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത്. ഒരു കാലത്ത് പത്രാധിപന്മാരെ വലിയ ആദരവോട് കണ്ടിരുന്ന ജനമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അങ്ങനെ സമൂഹമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. സ്വന്തം ലേഖകൻ ഓരോ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഏത് ചടങ്ങുണ്ടെങ്കിലും സ്വന്തം ലേഖകനെ വിളിച്ച് ആദരിച്ച ഒരു തലമുറയിൽപ്പെട്ട അത് കാണുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം കേരള കൗമുദിയൊക്കെ അടക്കമുള്ള പത്രങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് ആളുകൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ പത്രം അവജ്ഞയോടുകൂടിയാണ് കാണുന്നത്. പത്രാധിപന്മാരെ കേരളത്തിലെ ജനങ്ങൾക്ക് പുച്ഛമാണ്. അപ്പം ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അതിന് അവരുടെ ചില നിലപാടുകളിൽ വന്ന മാറ്റങ്ങൾ പ്രിയപ്പെട്ട വായനക്കാരുമായിട്ട്
ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പത്രവായനക്കാരെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ, പണ്ട് 3-4 പത്രം എല്ലാവരും വായിക്കുമായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ പത്രം വായിക്കാറില്ല. കള്ളം വായിക്കാൻ എന്തിനാ സമയം കണ്ടെത്തുന്നത്? അവരതുകൊണ്ട് അവഞ്ഞോടെ കളയത്തുള്ളൂ. പിന്നെ വീട്ടിലൊരു പത്രം വേണമെന്നുള്ള വരുത്തുന്നുള്ള അല്ലാതെ തുറന്നു പോലും നോക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പത്രങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ധരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ 3 പത്രങ്ങളെ എടുത്തിട്ടുള്ളൂ. ഒന്ന് മനോരമ, മറ്റൊന്ന് മാതൃഭൂമി, മൂന്നാമതൊന്ന് ദേശാഭിമാനി. 2025 നവംബർ 15 തീയതി ഈ 3 പത്രങ്ങളിൽ വന്ന എഡിറ്റോറിയലുകളാണ് ഞാൻ പറയുന്നത്. ഈ എഡിറ്റോറിയലുകളെക്കുറിച്ച് പറയുമ്പോൾ നവംബർ 14 തീയതി വരെ അവർ സ്വീകരിച്ച ചില നിലപാടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്തകൾ, അവർ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ, അവരുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമാർ കൊണ്ടുവന്നിരുന്ന ചില പ്രത്യേക ആർട്ടിക്കിളുകൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്, വായിച്ചതാണ്. പക്ഷേ 2025 നവംബർ 15 തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചു. 14 തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചതോടുകൂടി അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെയാണ് 2025 നവംബർ 15 തീയതിയിലെ പത്രത്തിൽ ഇത്തരം ഒരു എഡിറ്റോറിയൽ അവർ എഴുതാനുള്ള കാരണം അതാണ്. ആദ്യം മനോരമ എടുക്കാം. മനോരമ പത്രം ഞാൻ എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പത്രം മനോരമ തന്നെയാണ്. ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പത്രം മനോരമയായതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ അവിശ്വസിക്കുന്ന പത്രവും മനോരമ തന്നെയാണ്. പക്ഷേ മനോരമയ്ക്ക് സർക്കുലേഷൻ ഉണ്ട്, വായനക്കാരുണ്ട്. മനോരമയുടെ പത്രത്തിന് തീർച്ചയായിട്ടും പ്രൊഫഷണലിസം ഉണ്ട്. നല്ല പ്രൊഫഷണൽസാണ് മനോരമയിലുള്ളത്, അതിൽ തർക്കമൊന്നുമില്ല. മനോരമയുടെ വായനക്കാരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വായനക്കാരുണ്ട്. ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം എന്ന നിലയിലാണ് മനോരമ എടുത്തത്. രണ്ടാമത് മാതൃഭൂമി പത്രം. അത് പഴയ ദേശീയ നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്ഥാപിച്ച പത്രമാണ്. അപ്പോൾ ഒരു ദേശീയത ഉയർത്തിപ്പിടിച്ച പത്രമായിരുന്നു പണ്ട്. ഇന്ന് ദേശവിരുദ്ധ നിലപാടിലൂടെ കുപ്രസിദ്ധമായ പത്രവുമാണ് മാതൃഭൂമി. എങ്കിലും അവരുടെ പഴയകാല ചരിത്ര പാരമ്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് മാതൃഭൂമി എടുത്തത്. ഒപ്പം കേരളത്തിലെ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ആളുകൾ വായിക്കുന്ന പത്രവും മാതൃഭൂമി തന്നെയാണ്. അതാണ് മാതൃഭൂമി എടുക്കാനുള്ള ഒരു കാരണം. മൂന്നാമത് ദേശാഭിമാനി എടുത്തതിൻ്റെ കാരണം, ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു. 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇടതുപക്ഷ നിലപാടുകൾ എങ്ങനെയാണ് എന്ന് അറിയാൻ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൗതുകമുണ്ട്. അതിനുവേണ്ടിയാണ് ദേശാഭിമാനി പത്രം എടുത്തത്. ഈ 3 പത്രങ്ങളിൽ വന്ന എഡിറ്റോറിയലുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ ആ അവസാന നിമിഷം വരെ, ഇലക്ഷൻ്റെ അവസാന നിമിഷം വരെ അവർ പ്രസിദ്ധീകരിച്ചിരുന്ന ലേഖനങ്ങളും വാർത്തകളും ഇപ്പോഴത്തെ എഡിറ്റോറിയൽ തമ്മിലുള്ള വൈരുദ്ധ്യം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗൗരവമായിട്ട് കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മലയാള മനോരമ തന്നെ എടുക്കാം. ആദ്യം മനോരമ എഴുതിയിരിക്കുന്നത്, ബീഹാർ ചുവരിൽ കാലത്തിൻ്റെ എഴുത്ത്, ഇന്ത്യയ്ക്ക് തുടർ വിജയം, അടുതെറ്റി ഇന്ത്യ സഖ്യവും കോൺഗ്രസും. അധികാരത്തിലെത്തുന്നവരുടെ മുൻഗണനാ പട്ടികയിൽ എത്രാമത്തെ സ്ഥാനത്താണ് ക്ഷേമവും വികസനവും എന്ന അടിസ്ഥാന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ബീഹാറിൽ ഇന്ത്യയെ നേടിയ ഗംഭീര വിജയത്തിൻ്റെ മുഖ്യ കാരണം. ഇതാണ് മലയാള മനോരമ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മനോരമ സത്യം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മലയാള മനോരമ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞ. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വന്നപ്പോഴാണ് പത്രാധിപർക്ക് ഈ ബോധം വന്നത്. ഒരു കാലത്ത് റെയിൽവേ ആയിരുന്നെങ്കിൽ ഇന്ന് റോഡുകളാണ്. റെയിൽപാതയിലൂടെയും റോഡിലൂടെയും ഫ്ലൈ ഓവറുകളിലൂടെയും കുതിക്കാനാണ് ഇന്ന് ബീഹാർ ശ്രമിക്കുന്നത്. സത്യമാണ്. ബീഹാറിലെ നെടുകയും കുറിയും നല്ല ഒന്നാം തരം റോഡുകളാണ്. പുതിയ പുതിയ റെയിൽവേ ലൈനുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത് ഭംഗ്യം തേനേണ്ട സമ്മതിക്കുകയാണ് മലയാള മനോരമ പത്രാധിപർ. ജംഗിൾ രാജിൻ്റെ കാലഘട്ടത്തിൽ ലാലു പ്രസാദ് റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്താണ് റെയിൽവേ കുത്തഴിഞ്ഞു പോയത്. എന്നിട്ട് അയാളെ വലിയൊരു സാമ്പത്തിക വിദഗ്ധനായിട്ട് ഏതോ വിദേശ സർവകലാശാല വിളിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ഈ കാലിത്തീറ്റ കുംഭകോണം നടത്തിയ കള്ളനെ വലിയ പ്രചരണം കൊടുത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നൊരു കാലം നമ്മൾ മറന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ജംഗിൾ രാജ് ബീഹാറിൽ നടന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അടിസ്ഥാന വികസനങ്ങൾ അവിടെ ഉണ്ടായി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടേറെ വികസിച്ചു. അതാണ് അതിൻ്റെ കാരണം. അത് മനോരമ സമ്മതിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അവസാനം മനോരമ സമ്മതിക്കുന്നുണ്ട്, ഇന്ത്യയും മുന്നോട്ട് വെച്ചത് ക്ഷേമരാഷ്ട്രീയമാണ് എന്ന് മനോരമ സമ്മതിക്കുന്നു ഈ എഡിറ്റോറിയലിലൂടെ. ജാതി സമവാക്യങ്ങളിലും പ്രാദേശിക വികാരങ്ങളിലും ഊന്നി നിൽക്കാൻ ശ്രമിക്കുന്ന
മറ്റു സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾക്കുള്ള പാഠങ്ങൾ കൂടി RJDയുടെ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പോൾ RJയുടെ കാലഘട്ടത്തിലെ ജംഗിൾ രാജിനെക്കുറിച്ച് മോദി ഓർമ്മിപ്പിച്ചതും ജനങ്ങൾ ഓർത്തതും ഈ പരാജയത്തിൻ്റെ കാരണമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാതി സമവാക്യങ്ങളിൽ ഊന്നി മാത്രമുള്ള പ്രചരണം. രാഹുൽ ഗാന്ധി ജാതി അല്ലാതെ എന്തെങ്കിലും ഈ അടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? സർക്കാർ ഉദ്യോഗം 100% പിന്നോക്കക്കാർക്ക് സംവരണം ചെയ്യണം. അത് പിന്നോക്കക്കാർക്ക് പോലും യോജിപ്പുള്ള ഒരു കാര്യമല്ല. 100% പിന്നെ അവർക്ക് മാത്രമായി സംവരണം ചെയ്യുന്ന ഒരിക്കലും പിന്നോക്കക്കാർ പോലും യോജിക്കുന്ന ഒരു കാര്യമല്ല. പട്ടാളത്തിൽ ആളുകളെ എടുക്കുമ്പോൾ ജാതി നോക്കിയെടുക്കണം. ഇന്ത്യൻ മിലിറ്ററിയെ നിയന്ത്രിക്കുന്നത് 10% വരുന്ന സവർണരാണ്. ഈ വിട്ടി ഇതൊക്കെ പറയുമ്പോഴേ പഞ്ചാബിലും ഹരിയാനയിലും ബീഹാറിലും UPയിലും ഒക്കെയുള്ള ധീരന്മാരായ ദേശാഭിമാനികളായ ഇന്ത്യൻ പട്ടാളക്കാർ ലജ്ജയോട് ഓർക്കുകയാണ്. ഈ കഴുതയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന്? ഇയാൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അവസാനം ഒന്നുമല്ലാതായി തീരേണ്ട ഒരു ഗതികേടിലേക്ക് പോയത്. അപ്പോൾ ജാതി സമവാക്യത്തിലൂന്നി രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനം വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഈ മനോരമ തന്നെയാണ് എഴുതിയിരുന്നത്. ഒരു കാലത്ത് വാരണാസിയിൽ നരേന്ദ്രമോദി നിന്നപ്പോഴേ ഇതേ പത്രത്തിലാണ് എഴുതിയത്, പ്രിയങ്ക വരുന്നു, മോദി വിയർക്കുന്നു എന്ന്. മലയാള മനോരമ എഴുതിയ കാര്യമാണ് പറഞ്ഞത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മോദി ജയിച്ചത്. വിയർത്ത മോദി ആ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, പ്രിയങ്ക വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഇത് മനോരമ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാർത്തയും സത്യാവസ്ഥയും തമ്മിലുള്ള വലിയൊരു വിടവാണ് ഈ നിങ്ങളുടെ എഡിറ്റോറിയൽ തന്നെ വെളിവാക്കുന്നത്. നിങ്ങളുടെ എഡിറ്റോറിയൽ സത്യം പറയുന്നു, നിങ്ങളുടെ വാർത്തയിലും ലേഖനത്തിലും പച്ചക്കള്ളം പറയുന്നു. അതാണ് പത്രാധിപര് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വന്തം സംഘടനാബലം വീണ്ടെടുക്കാതെ അതിജീവനം സാധ്യമല്ലെന്നുള്ളതാണ് കോൺഗ്രസിന് ബീഹാർ നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠം. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന SIR വോട്ടുകളുടെ വിഷയങ്ങൾക്ക് ബീഹാറിൽ ചലനമുണ്ടാക്കാനായില്ല എന്നതും യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനോരമ ഇപ്പം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഒരു ലേഖകൻ മനോരമയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോമി തോമസ് എന്നാണ്. ഈ ജോമി തോമസിനെ കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജോമി തോമസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എൻ്റെ അഭ്യർത്ഥന, ജോമി തോമസിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മലയാള മനോരമ പത്രാധിപർ പറഞ്ഞ കാര്യം ജോമി തോമസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. മറ്റൊന്ന് ജോമി തോമസിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹമായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ അഡ്വക്കേറ്റായിട്ട് രംഗത്ത് വന്നതും. നിരന്തരം അദ്ദേഹത്തിൻ്റെ ലേഖനം ഞാൻ വായിക്കാറുണ്ട്. ഇന്ത്യയുടെ ഏക പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണെന്നുള്ള മറ്റെല്ലാം ജോമി തോമസ് എഴുതുന്നത്. പാവം, അദ്ദേഹത്തിന് അങ്ങനെ എഴുതാനുള്ള അവകാശമുണ്ട്, അത് അവഗണിക്കാനുള്ള അവകാശം നമുക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതുന്നതിലൊന്നും കുഴപ്പമില്ല, എഴുതുന്നത് വായിച്ചിട്ട് പുച്ഛിച്ച് തള്ളാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ടല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജോമി തോമസ് എന്ന് പറയുന്ന പത്രക്കാരനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ രാഷ്ട്രീയ നിരീക്ഷകനാണ് ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മലയാള മനോരമയുടെ പഴയ പത്രത്താളുകളിൽ TVR ഷേണായി എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ്റെ ലേഖനങ്ങൾ കാണും. അതൊരു പാഠപുസ്തകം പോലെ ജോമി തോമസ് വായിച്ച് പഠിക്കുക. എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് TVR ഷേണായി രാഷ്ട്രീയത്തെ കാണുന്നതെന്നും വിലയിരുത്തുന്നതെന്നും ടോമി തോമസിന് മനസ്സിലാകും. അല്ലെങ്കിൽ ടോമി തോമസിന് ഈ രംഗത്തൊരു ഭാവിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, ഈ എഡിറ്റോറിയൽ ഈ ജോമി തോമസിന് കൊടുത്ത കനത്തൊരു പ്രഹരമാണ്. അതാണ് വാസ്തവം. ആ ആർട്ടിക്കിൾ വന്നതും മലയാള മനോരമയിൽ തന്നെയാണ്. മറ്റൊരു കാര്യം, BJPയുടെയും NDAയുടെയും രാഷ്ട്രീയ ശക്തിക്ക് മുന്നിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പതറുന്നതാണ് തുടർച്ചയായ തിരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടുപോരുന്നത്. ഇവിടാണ് ടോമി തോമസ് എഴുതിയ ലേഖനത്തിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഇരുട്ടിനെ വിശകലനം ചെയ്തുകൊണ്ടേയിരുന്നാൽ പ്രകാശം കണ്ടെത്താനാവില്ലെന്നാണ് ടോമി തോമസ് പറഞ്ഞത്. ടോമി തോമസ് പ്രകാശം കണ്ടെത്തിയോ? എഡിറ്റോറിയലുണ്ട് പ്രകാശം. ടോമി തോമസ് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ഈ നിങ്ങളുടെ മലയാള മനോരമ പത്രത്തിൽ തന്നെ വന്ന എഡിറ്റോറിയലിൽ കണ്ട പ്രകാശം തേടിപ്പോയാൽ മതി. അപ്പോൾ സത്യത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ ടോമി തോമസിന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ സഞ്ചരിച്ചാൽ ടോമി തോമസിന് ഈ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭാഷയൊക്കെ ഉണ്ട്, പക്ഷേ സത്യം കാണാത്തവൻ എന്ത് ഭാഷയുണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനി മാതൃഭൂമി പറയുന്നത്, മാതൃഭൂമിയുടെ എഡിറ്റോറിയലാണ് ബീഹാർ ഫലം വിളിച്ചു പറയുന്നത്. അവർ പറയുന്നത്, ജാതി മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ ബീഹാറിൽ ഇവയെ തികഞ്ഞ കൈയടക്കത്തോടെ വരുതിയിലാക്കിയും വികസനക്ഷേമ പദ്ധതികൾ സമം ചേർത്തും മഹാസഖ്യത്തെ തകർത്തെറിയാനുള്ള NDAയുടെ വലിയ വിജയമാണ് ഇത് എന്നാണ് പറയുന്നത്. ഈ ഭാഗം കൃത്യമായിട്ട് ശ്രേയാംസ് കുമാർ എന്ന് വായിച്ചാൽ കൊള്ളാം. ഇപ്പം ഈ
കാലിത്തീറ്റ മോഷ്ടിച്ച് ജയിലിൽ കിടന്നവൻ കൊടുത്ത ഒരു റാന്തൽ വിളക്കമായിട്ടാണ് ഈ പാവം ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിലും തിരുവനന്തപുരത്തും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ശ്രേയാംസ് കുമാർ എന്ന് വായിച്ചാൽ കൊള്ളാം. ജാതി മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ ബീഹാറിൽ തീർന്നു, നിങ്ങളുടെ RJD തീർന്നു. അതുകൊണ്ട് റാന്തലുമായിട്ട് ഈ ശ്രേയാംസ് കുമാർ ഇവിടെ നടന്നില്ല. ഇതിൻ്റെ പത്രാധിപർ ശ്രേയാംസ് കുമാറാണല്ലോ, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ. PV ചന്ദ്രനൊക്കെ ഉണ്ടെങ്കിലും ശ്രേയാംസ് കുമാർ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ശ്രേയാംസ് കുമാറിൻ്റെ പത്രം പറയുന്ന എഡിറ്റോറിയൽ അത് ശ്രേയാംസ് കുമാർ എന്ന് വായിച്ചാൽ ശ്രേയാംസ് കുമാറിന് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ റാന്തലുമൊക്കെ ആയിട്ട് നടക്കുമ്പോഴേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ റാന്തലിനും കാര്യമില്ല, ശ്രേയാംസ് കുമാറിനും കാര്യമില്ല, RJDക്കും കാര്യമില്ല, ഇതൊന്നും നിലനിൽക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RJD, കോൺഗ്രസ്, CPI-ML, CPM, CPI, വികാസ്ശീൽ ഇൻസാ പാർട്ടി, ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പാർട്ടി എന്നിവയടങ്ങിയ മഹാസഖ്യത്തിൻ്റെ സീറ്റ് വിഭജനവും തർക്കവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന നിമിഷം വരെ നീണ്ടു നിൽക്കുമല്ലോ. 900 പാർട്ടികളെ കൂട്ടിച്ചേർത്ത് ഒരു സീറ്റിലും 2 സീറ്റിലും മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയെ കൂട്ടുപിടിച്ച് ബീഹാർ ഭരിക്കാൻ ഇറങ്ങിയ എന്ത് മഹാഗഡ്ബന്ധനാണ്, അത് പരാജയം സംഭവിക്കും. ഇതേ പരാജയമാണ് CPM-നെ കാത്തിരിക്കുന്നത്. CPM-ഉം CPI-യും കേരള കോൺഗ്രസും കഴിഞ്ഞാൽ വേറെ ഏത് കക്ഷിക്കാണ് അതിനകത്ത് വേരോട്ടമുള്ളത്? 6-7 കേരള കോൺഗ്രസ്സുകാർ പിന്നെ LDF-ലുണ്ട്, 6-7 കേരള കോൺഗ്രസ്സുകാർ. INL ഉണ്ട്. ഈ INL എന്തിനെടുത്തിരിക്കുന്നത്? അതായത് മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ പാണക്കാട് തങ്ങൾ കലാപത്തിന് ആഹ്വാനം ചെയ്തില്ല, വർഗീയ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്തില്ല എന്ന് പറഞ്ഞ് കോപിച്ചിറങ്ങിപ്പോയവരാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഗീയ കലാപം നടത്താവുന്നതിൻ്റെ പ്രതിഷേധിച്ചുണ്ടാക്കിയ പാർട്ടിയാണ് INL. അതിനെയാണ് നിങ്ങളൊരു ഘടകകക്ഷിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം PV അൻവർ CPM-ൻ്റെ ആളായിരുന്നില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയോടെ ആണ് ഈ എഡിറ്റോറിയൽ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ RJD പോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടികളെ, പിന്നെ കൃഷ്ണൻകുട്ടിയുടെ ഒരു പാർട്ടി, മാത്യു ടി തോമസിൻ്റെ വേറെ പാർട്ടി, ആ പാർട്ടിയുടെ ഒന്നും പേര് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടൊക്കെ കൊച്ചു കൊച്ചു പാർട്ടികൾ ഈ ഇടതുപക്ഷത്തുണ്ട്. ഇവരെയൊന്നും കൂട്ടുപിടിച്ച് പോയാൽ ബീഹാറിലെ മഹാഗഡ്ബന്ധൻ്റെ ഗതികേടായിരിക്കും നിങ്ങളുടെ ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്നുകൂടി ഓർപ്പിക്കുന്നതാണ് മാതൃഭൂമിയുടെ ഈ ലേഖനം. നിതീഷിൻ്റെ അതിപിന്നാക്ക വിഭാഗത്തിലെ സ്വാധീനം തടുക്കാൻ മല്ല സമുദായത്തെ ലക്ഷ്യമിട്ട് VIP പാർട്ടിയെയും താന്തിപ്പാൻ സമുദായത്തെ ആകർഷിക്കാൻ ഇൻക്ലൂസീവ് പാർട്ടിയെയും ഉൾപ്പെടുത്തിയെങ്കിലും വോട്ട് വിഹിതം മെച്ചപ്പെടുത്താൻ മഹാസഖ്യത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, NDAയുടെ വോട്ട് വിഹിതം 10% വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കോൺഗ്രസിനുള്ളൊരു മുന്നറിയിപ്പാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും PV അൻവറിനെയും കൂട്ടുപിടിച്ച് കേരളം ഭരിക്കാൻ 2026 കുപ്പായം തുന്നിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വായിച്ചറിയാൻ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്വപ്നം വളരെ വിദൂരമാണ്, അത് കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പം പിന്നെ നല്ല വൃത്തിയായിട്ട് വെളുപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ VD സതീശൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല സതീശ, ചെന്നിത്തലയും സതീശനും KC-യും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഈ നിങ്ങളുടെ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ അധികാരത്തിൽ എത്താമെന്നുള്ള നിങ്ങളുടെ മോഹം വ്യർത്ഥമാകും. അത് 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ബീഹാറിലെ ഇത്തരം കൊച്ചു കൊച്ചു പാർട്ടികളെ, യാതൊരു പ്രസക്തിയുമില്ലാത്ത കൊച്ചു കൊച്ചു പാർട്ടികളെ ചേർത്ത് പിടിച്ച് വിജയം നേടാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. മറ്റൊരു കാര്യം, മുസ്ലിം യാദവ ജാതി രാഷ്ട്രീയത്തിൽ കറങ്ങിയിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ 36% വരുന്ന പിന്നാക്കക്കാരിൽ ഭൂരിഭാഗവും നിതീഷിനൊപ്പം നിർത്തി അദ്ദേഹം വിജയിച്ചു. 16% വരുന്ന മുന്നോക്കക്കാർ നിതീഷിൻ്റെ NDA സഖ്യത്തോടൊപ്പം നിന്നു, BJP-യോടൊപ്പം നിന്നു. ഇതാണ് വാസ്തവം. നിങ്ങൾ ഈ കോൺഗ്രസിലെ UDF-ൽ ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? കേരളത്തിലെ ഈഴവ സമുദായം നിങ്ങളോടൊപ്പം ഉണ്ടോ? നായർ സമുദായം നിങ്ങളോടൊപ്പം ഉണ്ടോ? നിങ്ങളോടൊപ്പം ഉള്ളത് സുകുമാരൻ നായരുണ്ട്. സുകുമാരൻ നായർ ഇപ്പോൾ ഇടതുപക്ഷത്തോട്ട് പോയെന്ന് തോന്നുന്നു. സുകുമാരൻ നായർ പറഞ്ഞാൽ തന്നെ നായന്മാർ കൂട്ടിയില്ല. അങ്ങനെ ഒരു സുകുമാരൻ നായർ ഉണ്ടെന്നുള്ളതല്ലാതെ നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏത് സമുദായമുണ്ട്? ഇനി സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമുദായ നേതാക്കന്മാർക്ക് എന്ത് സ്വാധീനമാണ് ആ സമുദായത്തിലുള്ളത്? അപ്പം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഇലക്ഷൻ കമ്മീഷനും BJP-യുള്ള ബന്ധത്തിലാണ് ഈ വിജയം നേടിയത് എന്ന്. എത്ര തരംതാണ് പ്രസ്താവനയാണ് ഈ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നത്? എനിക്ക് സത്യത്തിന് ഒരിക്കൽ പിണറായി വിജയൻ ഫയലിൽ എഴുതിയ പോലെ ഇവരുടെയൊക്കെ തല പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
RJDക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 1% വോട്ട് കുറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ എത്ര ശതമാനം വോട്ട് കുറയുന്നു എന്ന് 2026 കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നോക്കിക്കോളൂ. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കെല്ലാം സാമൂഹ്യനീതി ആശയവും സംവരണ പരിധി ഉയർത്തലും മുഖ്യ വിഷയമാക്കിയതോടെ ഇല്ലാതായി. അത് രാഹുൽ ഗാന്ധി എന്ന ദേശീയ വിരുദ്ധൻ്റെ നിലപാട് ഹിന്ദുക്കളെ, ദേശസ്നേഹികളെ കോൺഗ്രസിനെതിരാക്കി മാറ്റി. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് നിങ്ങളൊരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കെതിരായി ഹിന്ദുക്കൾ ഭയത്തോടാണ് കോൺഗ്രസിനെ കാണുന്നത്. നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധമില്ലാത്തതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്തത്. താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിനും ആളില്ല. എല്ലാ ആളുകളും പഞ്ചായത്ത് മെമ്പർ ആവാനോ പാർലമെൻറ്റ് മെമ്പർ ആവാനോ തിരക്ക് കൂട്ടുന്ന ആളുകളല്ലാതെ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് ആളില്ല. അതൊരു വാസ്തവമല്ലേ? കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയാക്കാൻ, സെമി കേഡർ പാർട്ടിയാക്കാൻ ശ്രമിച്ച ആളല്ലേ കെ സുധാകരൻ. അദ്ദേഹത്തെ എത്ര നിഷ്കരണമാണ് നിങ്ങൾ ഒതുക്കിവിട്ടത്. ധീരമായി അഭിപ്രായം പറയുന്ന ഒരാളായിരുന്നല്ലോ KPCC പ്രസിഡന്റ്. സണ്ണി ജോസഫ് നന്നായിട്ട് ചിരിക്കും, നന്നായിട്ട് പെരുമാറും, നല്ല അഡ്വക്കേറ്റുമാണ്. പക്ഷേ KPCC പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കണം. അപ്പോൾ കോൺഗ്രസിന് ആളിനെ കൂട്ടാൻ ശ്രമിച്ച കെ സുധാകരന് വന്ന ദുര്യോഗം നമുക്കറിയാം. അദ്ദേഹം സെമി കേഡർ പാർട്ടിയാക്കാൻ പോയി, അവസാനം ഒരു കേഡറും ഇല്ലാതെ സുധാകരന് പുറത്തു പോകേണ്ടി വന്നു. ഇതാണ് അതിൻ്റെ സ്ഥിതി. മറ്റൊന്ന്, SIR-നെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്ര ഓളമുണ്ടാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ആവേശം കെട്ടടങ്ങി. തലയ്ക്ക് ഓളം ഇല്ലാത്ത രാഹുൽ ഗാന്ധി പറഞ്ഞത് ബീഹാറിലെ ജനങ്ങൾ എടുത്തില്ലെന്നേ. അതാണ് അതിൻ്റെ വസ്തുത. SIR ആ പ്രശ്നം ഉണ്ടാക്കിയത്, ഇലക്ഷൻ കമ്മീഷൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിഡ്ഢികളായ കോൺഗ്രസ്സുകാർ പറയാം. എനിക്ക് ഈ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരെയും പേഴ്സണലായിട്ട് അറിയാം. നിങ്ങളൊക്കെ മാനമര്യാദയായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കഷ്ടമാണ്. നിങ്ങളെ ജനങ്ങൾ അവജ്ഞയോടുകൂടി കാണും. നിങ്ങൾ ഈ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ പാർശ്വവർത്തികളെയും ആരാധകരെയും കണ്ടുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനെ വിലയിരുത്താൻ ശ്രമിക്കരുത്. നിങ്ങളെക്കൊണ്ട് ഒരു കാര്യവും സാധിക്കാനില്ലാത്ത, വോട്ട് ചെയ്തതിൽ മാത്രം ഉത്തരവാദിത്വം കാണുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ആരുടെ ആരാധകരൊന്നുമല്ല. അവരാലോചിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. അവരോടാണ് സംസാരിക്കുന്നതെന്ന് ദയവായിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ മനസ്സിലാക്കണം. മറ്റൊന്ന്, ലാലു റാബ്രി യാദവിൻ്റെ 1990, 2005 കാലത്തെ ഗുണ്ടാരാജ് നരേന്ദ്രമോദി ഉറപ്പെടുത്തി. അത് വിജയത്തിൻ്റെ ഒരു കാരണമാണ്. മാതൃഭൂമി അത് കണ്ടെത്തിയിരിക്കുന്നു. അത് സത്യമല്ലേ? അത് സത്യമല്ലേ? അഞ്ചാമതൊരു മന്ത്രിയെ കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി അവസാനത്തെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല, ആര്യാടൻ മുഹമ്മദാണ്. ആ വാചകം ഇപ്പോഴിവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ആ വാചകം മറക്കരുത്. അത് അറം പറ്റിയ പോലെ ആയിരിക്കുമോ 2026 എത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നിയമസഭ പാസാക്കിയ 65% പിന്നാക്ക സംവരണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മഹാസഖ്യത്തിൻ്റെ വിമർശനവും ജനങ്ങളിൽ ഏശിയില്ല. സംവരണം പറഞ്ഞൊന്നും ജനങ്ങളെ ഏറ്റെടുക്കുന്ന കാര്യം, ജനങ്ങളെ കയ്യിലെടുക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് നടക്കില്ല. കോൺഗ്രസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണം. ഈ സംവരണം ജാതിയും പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി അല്ലേ നിങ്ങളുടെ നേതാവ്? രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ മലയാളത്തിൽ അച്ചടിച്ച് വരുന്നുണ്ടല്ലോ, ജനങ്ങൾ വായിക്കുകയല്ലേ. നിങ്ങൾ സ്വകാര്യമായിട്ട് ഏതെങ്കിലും ഒരു മലയാളിയോട് ചോദിച്ചു നോക്കി രാഹുൽ ഗാന്ധി എങ്ങനെയാണ് കാണുന്നതെന്ന്. ഞാൻ ഉറപ്പായിട്ട് പറയാം, 90% മലയാളികൾ അവജ്ഞയോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. നിങ്ങൾ നേരെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി, ബീഹാറിൻ്റെ ഫലം ഇന്ത്യയിലെ മാറുന്ന തെരഞ്ഞെടുപ്പ് രീതിയുടെ ചൂണ്ടുപലക കൂടിയാണ്. ഇതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മൂന്നാമത്തെ പത്രമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി എടുത്തത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പത്രമാണ് ദേശാഭിമാനി. ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പത്രമാണ് ദേശാഭിമാനി. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിക്കേണ്ടതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ കറക്റ്റാണല്ലോ പറഞ്ഞത്. അത് കറക്റ്റാണ്. അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പം നിങ്ങളും പ്രതീക്ഷിച്ചാണ്. അതായത് അവിടെ നിന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥികളും പ്രതീക്ഷിച്ചതാണ്, MA ബേബിയും പ്രതീക്ഷിച്ചത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത്. അത് വളരെ നന്നായി. നിങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്ന ഈ കുറ്റം, നിങ്ങളുടെ സത്യം ഏറ്റുപറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് ആദ്യത്തെ വാചകം തന്നെ. ജന്മി നാടുവാഴിത്തത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ ക്രിമിനലിസത്തിൻ്റെയും കുത്തരങ്ങ് പ്രതിപക്ഷ വരുമാനത്തിൽ 33-ാമതാണ് ബീഹാർ.
2015 മുതൽ ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ മഹാസഖ്യത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ കറക്റ്റാണ് ദേശാഭിമാനി പറഞ്ഞത്. തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന നിതീഷ് കുമാറിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ടുണ്ടായില്ല? വളരെ സിമ്പിളാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാഞ്ഞത് ക്ഷേമരാഷ്ട്രീയം ഉണ്ടായിരുന്നുകൊണ്ടാണ്. NDA സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ ബീഹാറിൽ കഴിഞ്ഞു. ബീഹാറിൽ അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞു ഒരു പരിധിവരെ. എന്തായാലും ശരി, മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഴിമതിക്കാരനായിരുന്നില്ല. അപ്പോൾ റാബ്രി ദേവിയുമായിട്ടോ ലാലു പ്രസാദുമായിട്ടോ തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ ഉയരത്തിലാണ് നിതീഷ് കുമാർ നിൽക്കുന്നത്. അദ്ദേഹം എഞ്ചിനീയറാണ്, വിദ്യാസമ്പന്നനാണ്, അഴിമതിരഹിത പ്രതിച്ഛായുള്ള ഒരാളാണ്. അതാണ് അവിടെ ജയിക്കാൻ കാരണം. അത്തരം പ്രതിച്ഛായുള്ള ആളുകൾ നയിക്കുന്ന ഗവൺമെൻറ്റിനെ ഏത് സംസ്ഥാനത്തും നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള വസ്തുതയും CPM ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നടത്തിയ വോട്ട് ചോരി യാത്ര അതിൽ പ്രധാനം. 60 ലക്ഷത്തിലധികം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ആസൂത്രിതമായ കൃത്രിമമാണ് അതിനായി നടത്തിയത്. 1 കോടി ബീഹാറുകാർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനായില്ല എന്നാണ് അനൗദ്യോഗിക കണക്ക്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച ധനസഹായമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു വിജയം. അത് പറയുമ്പോൾ ദേശാഭിമാനി പത്രാധിപർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദേശാഭിമാനി കൂടുതൽ മാർക്സിസ്റ്റുകാരെ വായിക്കുന്നെങ്കിലും എന്നെപ്പോലെ ചില ആളുകൾ, അല്ലാത്ത ആളുകളും ഈ ദേശാഭിമാനി വായിക്കുന്നുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 60 ലക്ഷത്തിലധികം പേരുകൾ വെട്ടിമാറ്റി എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥയോട് മറന്നു. ഈ 60 ലക്ഷം വോട്ടർ ഈ വെട്ടുമാറ്റി എന്ന് പറയുന്നതിൽ 25 ലക്ഷം വോട്ടർമാർ മരിച്ചവരാണ് സഖാവേ. അന്വേഷിച്ച് നോക്കുക, 25 ലക്ഷം വോട്ടർ മരിച്ചവരാണ്. ഇതൊന്നും അറിയാവുന്ന എഡിറ്റോറിയൽ എഴുതുന്നത്. പിന്നെ ബീഹാറിൽ നിന്ന് കുടിയേറിപ്പോയ ആളുകൾ, ബീഹാറിൽ നിന്ന് മാറിപ്പോയ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ബീഹാറിൽ നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് തൊഴിൽ തേടിപ്പോയ ആളുകൾ 40 ലക്ഷം വരും എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അവരൊക്കെ വോട്ട് ചെയ്യാൻ, അവരുടെ ഒരു ചെറിയ ശതമാനം വോട്ട് ചെയ്യാൻ ട്രെയിനിൽ കയറി ബീഹാറിലേക്ക് വന്നപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ കപിൽ സിബൽ എന്ന് പറയുന്ന വക്കീൽ പറഞ്ഞത്, പ്രത്യേക ട്രെയിൻ പിടിച്ച് BJPക്കാർ അവരെ എല്ലാം അങ്ങോട്ട് നരേന്ദ്രമോദി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞത്. പിന്നെ കപിൽ സിബലിൻ്റെ, പിന്നെ എങ്ങനെ വക്കീൽ സിബലിൻ്റെ ഒക്കെ ഒരു വലിയ വക്കീലെന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അതാണ്. മറ്റൊന്ന്, 7 ലക്ഷം ആളുകൾ ഡ്യൂപ്ലിക്കേഷൻ വന്ന ആളുകളാണ്. അവരെ ഒഴിവാക്കിയത്. 7 ലക്ഷം ആളുകൾ ഡ്യൂപ്ലിക്കേഷൻ വന്നു, അവരെയാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഇത് ഈ 65 ലക്ഷം ആളുകൾ പുറത്തായി എന്നും ദേശാഭിമാനിയുടെ പത്രാധിപർ എഴുതുമ്പോൾ, എഡിറ്റോറിയൽ എഴുതുമ്പോൾ ആരെങ്കിലും പുറത്തായ ഒരാൾ പരാതിയുമായി വന്നു സഖാവേ? ഇത് മാർക്സിസ്റ്റുകാർ വായിച്ചോട്ടെ, സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾ വായിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യവും കൂടിയാണിത്. അപ്പോൾ ദേശാഭിമാനി മറ്റ് ആളുകളെ വായിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ നിർബന്ധമായി ദേശാഭിമാനി എടുക്കണമെന്ന് അടുത്ത സുഹൃത്തുക്കൾ പറയുമ്പോൾ പല ആളുകളും എടുക്കും. അതുകൊണ്ട് സത്യസന്ധമായി എഡിറ്റോറിയൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളം പറഞ്ഞു കുഴപ്പമില്ല, പക്ഷേ പറയുന്നത് കള്ളമാണ്, കാപട്യമാണ്, അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളും ദേശാഭിമാനി വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിലെ ഈ 60 കോടി ആളുകളിൽ 25 കോടി പിന്നെ മരിച്ചുപോയവരാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഇൻഫർമേഷൻ പത്രാധിപർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ 11 കോടി അല്ല 1.1 കോടി വനിതകളുടെ അക്കൗണ്ടിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 10,000 രൂപ വീതം നിക്ഷേപിച്ചു. അതിനെന്താ? ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് സഖാവ് എന്താ ചെയ്തത്? നിങ്ങളെന്താ ചെയ്തത്? സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ? അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തില്ലേ? അതെല്ലാം കുടുംബശ്രീ സ്ത്രീകളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അതല്ലേ നിതീഷ് കുമാറും ചെയ്തത്. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ കറക്റ്റ്, നിതീഷ് കുമാർ അവിടെ ചെയ്യുമ്പോൾ തെറ്റ്. അത് നിങ്ങളിട്ടാൽ ബർമുട, നിതീഷ് കുമാർ ഇട്ടാൽ നിക്കറ്. അത് അത്ര സുഖമുള്ള ഏർപ്പാടാണെന്നോ സഖാവേ? അതൊക്കെ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ പത്രം വായിക്കുന്ന ആളുകൾക്ക് ഇത്തരം ചോദ്യങ്ങളൂടെ ചോദിക്കാൻ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് ജനങ്ങളിൽ എത്തിക്കാനും കഴിയും. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഛഠ് പൂജ അടക്കമുള്ള മതാനുഷ്ഠാനങ്ങളെ BJP ഫലപ്രദമായി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കാലത്ത് ബീഹാർ സാക്ഷിയാണ്. എന്താ കുഴപ്പം? എന്താണ്? ഛഠ് പൂജ നടത്താൻ അവർക്ക് ആവശ്യമില്ലേ? അമ്പലം പൊളിക്കാൻ പോയില്ലല്ലോ. നിങ്ങൾ 2019 2ാം നവോത്ഥാനം നടത്തിയില്ലേ? വനിതകളെ ശബരിമല കയറ്റി പ്രഖ്യാപനം നടത്തിയില്ലേ? 2ാം നവോത്ഥാനം നടത്താൻ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? അവരൊക്കെ ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടോ? ശബരിമല നിങ്ങൾ 2ാം നവോത്ഥാനം നടത്താൻ പോയല്ലേ ഈ പ്രസ്ഥാനം മുടിഞ്ഞ് മുണ്ട പോലെ വെച്ച് പോയത്? ആലോചിച്ച് നോക്കണം. അപ്പോൾ അവർ ഛഠ് പൂജ നടത്തുമോ ഗണപതി ഹോമം നടത്തിയൊക്കെ പൊക്കോട്ടെ. നിങ്ങൾ പറയുന്നത് ഗണപതി ഹോമം നടത്താൻ പറ്റുകയില്ല, പക്ഷേ ഹജ്ജിന് പോകാം, ഞായറാഴ്ച പള്ളിയിലും പോകാം, കുർബാനയിലും പങ്കെടുക്കാം. പക്ഷേ
ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകാൻ പറ്റുകയില്ല, ഗണപതി ഹോമം നടത്താൻ പറ്റില്ല. സഖാവി, നിങ്ങൾ എങ്ങനെ നന്നാവും? നന്നാവില്ല. ചട്പൂജ നടത്തും, അവർ പല പൂജയും നടത്തും. അതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങളും പോയി അപ്പുറത്തിരുന്നൊരു പൂജ നടത്തുക. ബീഹാറിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സഖാവ് ഓർക്കുന്നുണ്ടോ? CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി വാൾ പോസ്റ്ററിൽ അച്ചടിച്ചിരുന്നത് ഹനുമാന്റെ ഫോട്ടോയാണ്. സഖാവ് പഴയ പേപ്പർ കട്ടിങ് കിട്ടുമെങ്കിൽ നോക്കിയെടുക്കണം, അല്ലെ സഖാവ് അതൊന്ന് വെരിഫൈ ചെയ്തു. ഹനുമാൻ തുണയിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് സഖാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM-ൻ്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ വോട്ട് ചോദിച്ചത് ഹനുമാന്റെ പേരിൽ. ഇതൊക്കെ ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതുന്ന സഖാവിന് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എനിക്ക് അദ്ദേഹത്തോടുകൂടി സഹതപിക്കാനല്ലാതെ എനിക്ക് ഒന്നും അതിന് മറുപടി പറയാനില്ല. അവർ ഈശ്വരവിശ്വാസികളാണ്. നിതീഷ് കുമാർ ഈശ്വരവിശ്വാസിയാണ്, നരേന്ദ്രമോദി ഈശ്വരവിശ്വാസിയാണ്, BJP-ക്കാർ ഈശ്വരവിശ്വാസിയാണ്. അവർ ഷഡ്പൂജ നടത്തുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേറെ പൂജ നടത്തിക്കൂടെ? നിങ്ങൾ നിരീശ്വരവാദികളാണെന്ന് പറയുകയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുകയും ശബരിമല അമ്പലത്തിൽ പോയി ഭക്തജനങ്ങൾക്ക് തൊഴാനൊക്കാത്ത പോലെ പൃഷ്ഠം കാണിച്ച് നിൽക്കുകയും ചെയ്യുന്നതല്ലേ അധമപ്രവർത്തനം? അതല്ലേ മോശം? അത് മോശം രാഷ്ട്രീയമല്ലേ? തീർത്ഥം തിരുമേനി കൊടുത്തപ്പോൾ അത് കൈ വാങ്ങിച്ച് താഴെ കളയുന്നതിലാണോ വിപ്ലവം ഇരിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് വന്ന ഭക്തിപൂർവ്വം തൊഴുകാണ്. അപ്പോഴേതൊരു സഖാവ് താടിയും വളർത്തി അവിടെ പോയി നിൽക്കുന്നു. എന്തിനാ ഈ വാഴത്തോട്ടത്തിലെ ഈ കോലം വെച്ചേക്കുന്ന പോലെ അവിടെ പോയി നിൽക്കുന്നു? നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നു? നിങ്ങൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല, വിശ്വാസം ഇല്ലെങ്കിൽ. അവിടെ ശബരിമലയിൽ സാങ്ക്ടം സാങ്ക്ടോറിയത്തിൽ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹമാണുള്ളത്. അത് തൊഴാനാണ് ആൾ പോകുന്നത്. അവിടെ എക്സിബിഷൻ നടക്കുന്നില്ല, അവിടെ സമ്മേളനം നടക്കുന്നില്ല. നിങ്ങൾക്ക് ശബരിമല കാര്യം കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട. ശബരിമല താഴെ ദേവസ്വത്തിൻ്റെ ഓഫീസുണ്ട്, അവിടെ പോയിരുന്നാൽ പോരെ. എന്തിന് ശബരിമലയിലെ ഈ തിരുനടയിൽ പോയി നിൽക്കുന്നു? അത് തന്നെ കാപട്യമല്ലേ? നിങ്ങളുടെ കാപട്യം അവജ്ഞയോടുകൂടി ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ സഖാവെ, അത് മനസ്സിലാക്കുക. അവർ ഷഡ്പൂജയും നടത്തും, പല പൂജയും നടത്തും. അതിന് സഖാവ് കിടന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സഖാവിന് എത്ര സീറ്റ് കിട്ടി? ഒരു സീറ്റ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് ഉണ്ടായിരുന്നെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മറന്ന് ഇങ്ങനൊന്നും എഡിറ്റോറിയൽ കയറി എഴുതാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ CPI-യുടെ ഉറച്ച മണ്ഡലമായ ബെച്ചുവാട അടക്കം 4 മുന്നണി മര്യാദ പാലിക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും കോൺഗ്രസ് ചെയ്തു. അതിൻ്റെ ഒരു പതനത്തിൽ പങ്കുണ്ട്. 4 പേര് ജയിച്ചായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. CPI-യുടെ 4 പേര് ജയിച്ചായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ CPI-യുടെ 4 പേരും ജയിക്കുമായിരുന്നു. പക്ഷേ അതിന് വേണ്ട ഒരു കാര്യം വെച്ചാൽ, ജാതി രാഷ്ട്രീയം കത്തി നിൽക്കുന്ന ബീഹാറിലേക്ക് നമ്മുടെ സുനിൽകുമാറിനെ പറഞ്ഞു വിടണമായിരുന്നു. തൃശ്ശൂരെ പഴയ സ്ഥാനാർത്ഥി, പഴയ കൃഷിമന്ത്രി. അദ്ദേഹത്തിൽ ജാതി രാഷ്ട്രീയം, ജാതി വികാരം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതാവാണ് ബിനോയ് വിശ്വം. രണ്ടുപേരും കൂടെ പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജാതിയുടെ പേരിൽ ഒരു സൗജന്യവും, അതായത് മുന്നോക്ക ജാതിക്കാർക്ക് 164 പേർക്ക് എങ്ങനെ 164 സമുദായങ്ങൾക്ക് കേരളത്തിൽ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ പേരിൽ സർക്കാർ ഉദ്യോഗത്തിൽ ചെറിയൊരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതാണ് സുനിൽകുമാറിൻ്റെ ഉറക്കം കെടുത്തുന്നത്, അതാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഉറക്കം കെടുത്തുന്നത്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താക്കൾ ഞങ്ങളാണ് ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ ചെന്ന് ഹിന്ദി പ്രസംഗിച്ചാൽ മതി. അതിന് ഏറ്റവും നല്ലത് സുനിൽകുമാറായിരുന്നു. സുനിൽകുമാർ അവിടെ ചെന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ ഈ 4 സീറ്റും കിട്ടിയതിനെയായിരുന്നു. കാരണം 50% പിന്നോക്കക്കാരല്ലേ അവിടെ ഉള്ളത്. ഇനി CPI-ക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്കിനിയും നോക്കിയറിയേണ്ട ഒരു കാര്യമാണ്. അത് വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്കറിയാം CPI-യുടെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം. എന്തായാലും CPI 4 അവിടെ നിന്ന് ഒരു സീറ്റും കിട്ടാതെ പൂജ്യമായതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. CPI കേരളത്തിൽ പൂജ്യമായാലും എനിക്ക് സന്തോഷമായിരിക്കും. വേറെ ഒരു പാർട്ടിയും പൂജ്യമാകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. CPM പൂജ്യമാകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ CPM പൂജ്യമാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണൽ പാർട്ടിയാണ്. ജാതി തലയ്ക്ക് പിടിച്ച ആളുകളാണ് പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത്. അത് അപകടമാണ് കമ്മ്യൂണിസത്തിന്. അതുകൊണ്ടാണ് ആ പാർട്ടി തോക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആരും ഒരു കാരണവശാലും CPI-ക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ ബീഹാറിലെ റിസൾട്ടൊക്കെ തന്നെ ആയിരിക്കും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ, അത് കഴിഞ്ഞ് 2026-ലും CPI-യെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴറിയാം. അതിദാരിദ്ര്യവും ദയനീയവുമായ ബീഹാർ ഗ്രാമങ്ങളുടെ ചിത്രം മാധ്യമങ്ങൾ വരച്ചു കാട്ടിയിരുന്നു. സഖാവേ, അത് പറയുന്നതിനകത്ത് കാര്യം എന്താണ്? ബീഹാറിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമല്ലായിരുന്നു ഒരു കാലത്ത് CPI-യും CPM-ഉം? നിങ്ങളെക്കാൾ ഇന്ന് ശക്തി CPI-ML-നുണ്ടല്ലോ. നിങ്ങൾക്ക് ശക്തി ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങളുണ്ടായിരുന്നു. എന്തു പറ്റി? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇത് പോയത്. ദയനീയമായ സ്ഥിതി കഴിയുന്ന ബീഹാറിലെ ജനങ്ങളുടെ ഇടയിൽ പോലും നിങ്ങൾക്ക് അംഗീകാരം കിട്ടാതെ പോയത് എന്താണ് എന്ന്
നിങ്ങൾ സ്വയം വിമർശനപരമായി, അങ്ങനെ പണ്ടൊരു കലാപരിപാടി ഉണ്ടായിരുന്നല്ലോ, സ്വയം വിമർശനപരമായി. ഞാനിപ്പോൾ കുറേ കാലമായി സ്റ്റഡി ക്ലാസ്സിന് പോകാത്തത്. ഈ സ്റ്റഡി ക്ലാസ്സിന് നമ്മുടെ സന്ദേശത്തിൽ കുമാരപിള്ള സാറ് പറയുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഈ കുമാരപിള്ള സാറിൻ്റെ ആത്മാവ് ഈ പത്രാധിപരെ ചിലയിടത്തൊക്കെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. ചിലതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചിലയിടത്തൊക്കെ കുമാരപിള്ള സാർ കടന്നു വരുന്നുണ്ട്. അപ്പം സ്റ്റഡി ക്ലാസ്സിന് പോകാത്ത ആളുകളാണ് ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഈ സ്റ്റഡി ക്ലാസ്സിന് പോകാത്ത ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ ഇത്തരം എഡിറ്റോറിയലുകൾക്ക് കഴിയില്ല. കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോട് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് പറ്റിയ തെറ്റ് സ്വയം വിമർശനപരമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ലെങ്കിൽ ബീഹാറിൽ മഹാഗഡ്ബന്ധനേറ്റ അതേ പ്രഹരമാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. എന്തായാലും ശരി, ഈ 3 പത്രങ്ങളും അവരുടെ നിലപാടും അവരുടെ എഡിറ്റോറിയലിലെ നിലപാടും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, ഇലക്ഷൻ്റെ റിസൾട്ടിന് തൊട്ടു മുമ്പ് വരെ സ്വീകരിച്ച നിലപാടിൽ തമ്മിലുള്ള വൈരുദ്ധ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.